നമ്മൾ കളിക്കാർ പലപ്പോഴും പുതിയ പുതിയ സ്കില്ലുകൾ ഇന്നോവേറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളും ചെയ്യാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സ്കില്ല് കണ്ടുപിടിച്ചിരുന്നാൽ പോലും അത് ഏതൊരു സ്റ്റേജിലോ മാച്ചിലോ നമ്മൾ സക്സസ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് അതിന് ആൾക്കാരുടെ ചർച്ചയാകാൻ സാധിക്കൂ. പക്ഷേ അതങ്ങാനും പാളിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് വിമർശനങ്ങളും കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. അങ്ങനെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1976 കാലഘട്ടങ്ങളാണ് സംഭവിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിന് വലിയൊരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തിരുന്നു. നിരന്തരം തൻ്റെ സ്വന്തം ക്യാമ്പിൽ അദ്ദേഹം പരിശീലിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ കൂടെയുള്ള താരങ്ങളൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കാറുണ്ട്. പക്ഷേ അവരോടൊക്കെ വാത് വെച്ചിട്ട് അദ്ദേഹം അതിന് സക്സസ് എന്താണെന്ന് അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഇത് ഇവിടെയല്ല, ഏതെങ്കിലും ഒരു മികച്ച സ്റ്റേജിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ലോകം പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പുതിയ ഇന്നോവേഷൻ അല്ലെങ്കിൽ എൻ്റെ പുതിയ സ്കില്ലിനെ ആൾക്കാർ അംഗീകരിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും ആ കാലഘട്ടത്തിലാണെങ്കിലും ഈ കാലഘട്ടത്തിലാണ് പെനാൾട്ടി എന്ന് പറയുന്നത് കീപ്പർമാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം നൽകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കും. അതായത് കിക്കിന് മുമ്പേ ഏതൊരു പൊസിഷൻ, ഏതൊരു സൈഡിലേക്ക് ഒരു പൊസിഷൻ കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു അദ്ദേഹം നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ആ ഒരു സ്കില്ലിനെ രൂപീകരിക്കുകയായിരുന്നു. അങ്ങനെ 1976 പശ്ചിമ ജർമ്മനിയായിട്ട് ചെക്കോസ്ലോവാക്യ കളി വരികയാണ്. ചെക്കോസ്ലോവാക്യയും ജർമ്മനിയും തമ്മിലുള്ള കളിയിൽ മത്സരഫലം 2-2 എന്ന മത്സരത്തിൽ പിരിയുകയും എക്സ്ട്രാ ടൈമിന് ശേഷം മത്സരം പെനാൾട്ടിയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ അവസാനം ഡെത്തേക്ക് വരികയാണ്. നിർണായക ഒരു കിക്കിന് സമയത്ത് ചെക്കോസ്ലോവാക്യയിലെ മിഡ്ഫീൽഡറായ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുകയാണ്. ആ ഒരു കിക്കോട് കൂടി ഒരു വിജയത്തിലേക്ക് എത്തിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. ആ ഒരു സമയത്ത് ആ ഒരു ധൈര്യത്തോടെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അത് ചെയ്യാനായിട്ട് മുന്നോട്ട് വരികയാണ്. അവിടെ അദ്ദേഹത്തിന് പരീക്ഷണം വിജയിക്കില്ലേ എന്നല്ല, അദ്ദേഹം ധൈര്യത്തോടെ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. ആ സമയത്ത് ആ ഒരു കിക്കിലൂടെ അദ്ദേഹം ഈ ലോകത്തിന് മുന്നിലേക്ക് അതിനെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ കണ്ടുപിടുത്തത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അതെ, ആ ഒരു കിക്കിനെ ഇന്നും നമുക്കിടയിൽ വളരെ പ്രാധാന്യമുണ്ട്. പല ഇതിഹാസങ്ങളും അതിനെ വളരെ ഭംഗിയോടെ കൈകാര്യം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ആ ഒരു കിക്കിൻ്റെ പേരായിരുന്നു പനേക എന്നത്. അതെ, ചെക്കോസ്ലോവാക്യയുടെ മിഡ്ഫീൽഡറായിരുന്ന ആൻറ്റോൺ പെനേഗയായിരുന്നു ആ ഒരു കിക്കിനെ ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ അനുസരിത പിന്നീട് ഒരുപാട് കാലം സഞ്ചരിച്ചു. ഇന്നും നമ്മുടെ ഇതിഹാസങ്ങൾ പല ആൾക്കാരും അത് സക്സസ് ആയി ചെയ്ത ആൾക്കാരുണ്ട്, അതിൽ ഫെയിലായ ആൾക്കാരുണ്ട്. 2006 കാലഘട്ടങ്ങളിൽ സിദ്ധാൻ്റെ പെനേഗയ്ക്ക് നമ്മൾ ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 2012 നമ്മൾ പിർലോഡ് ആ കിക്കിന് നമ്മൾ കണ്ട് ഒരുപാട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കിക്കിനൊക്കെ ഒരു പിന്നിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ ഒരു കിക്കിനെ ഈ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ട് ഇത് അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരിക്കും, പക്ഷേ അറിയാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു പെനേഗ കിക്ക് എന്ന് പറയുന്ന ബാക്കിൽ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കിക്കാണ്. ഇതിന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള ധൈര്യമാണ് വേണ്ടത്. പുതിയ സ്കില്ല് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതൊരു സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അത് നിർണായകത്തിലുള്ള ഘട്ടങ്ങളിൽ ഫൈനൽസിലൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ധൈര്യമൊക്കെ വേണമോ. ഈ ആൻറ്റോൺ പെനേഗ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. നോട്ട് പെനേഗ നമ്മൾ പറയാം, പക്ഷേ പെനേഗ അല്ല, പനേഗ എന്നാണ് എനിക്ക് പറയാം. ആൻറ്റോൺ പെനേഗ എന്ന ചെക്കോസ്ലോവാക്യ മിഡ്ഫീൽഡറാണ് ഈ ഒരു പെനേഗ കിക്കിൻ്റെ അനിശ്ചിതത ഈ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത്.